ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമുക്കൊരു ഒരു കൂന്തലല്ല, കൂന്തൽ കറി വയ്ക്കാം. കൂന്തൽ എന്താ അയ്യോ, അതിൻ്റെ വേറൊരു പേരും കൊണ്ടുണ്ടല്ലോ, മറന്നുപോയി. അപ്പോൾ ഇത് നമുക്ക് കറി വയ്ക്കാം, കൂന്തൽ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിനകത്ത് വെച്ച് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് കൂന്തൽ വേകുമ്പോഴത്തേക്ക് ഞാൻ തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ഞാൻ 2-3 കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുത്തിട്ട് വരാം. ഓക്കെ. അപ്പം നമ്മുടെ തേങ്ങ മൂത്ത് വന്ന് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു. ആ പാനിനകത്തിരുന്ന് അത് ചൂടായിക്കോളും. അതിന് തീ ഓഫ് ചെയ്തിട്ട് തന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഇനി ഒന്ന് ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരയ്ക്കാം. ഒരിക്കലും തണുക്കാതെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കരുതേ. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള ഉള്ളി അരിഞ്ഞെടുക്കാം, സവോള. അപ്പോൾ അതേ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു. ഇനി തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് കടുക് വറുത്ത് ഞാൻ ഇടുക. പിന്നെ താളിച്ചൊഴിക്കുന്നില്ല. വറുത്ത് നമുക്ക് ഇടാം, കാണിച്ചു തരാം. എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുക്കുവാണ്. ഇതിന് മസ്റ്റായിട്ട് വേണ്ടത് കുരുമുളകാണ്. വെള്ളം ഉണ്ടാകും കൂട്ടുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കാണത്തില്ല, ഫോൺ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. ഇന്ന് ആരാണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ആദ്യം ക്യാമറ നേരെ പിടിക്കാൻ. എന്ത് ചെയ്യാനാ, ക്യാമറ വയ്ക്കാനും സൗകര്യമില്ല. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. അത് പൊട്ടിയേ ഈ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വഴറ്റി ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. അരിയുന്നൊക്കെ ടൈം അങ്ങ് പോകുന്നതിന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ടു. ഇനി കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടിയാണ് ഇതിന് മസ്റ്റ് കേട്ടോ. നമുക്കിനി ഈ ഉള്ളിക്കൊക്കെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ ഇച്ചിരി ഇടുക. കാര്യം ഉള്ളിയും തക്കാളിക്കും കൂടെ. അപ്പം നമുക്ക് തക്കാളിയും ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ അരപ്പ് നമ്മൾ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂന്തൽ ഞാൻ കാണിക്കാം. കേട്ടോ, കൂന്തൽ ഇതിനി നമുക്ക് റബ്ബർ മാതിരി ഇരിക്കും കേട്ടോ. കുക്കറിനകത്ത് ഇട്ട് അരിച്ചിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കാര്യം ഞാൻ കെറ്റിലൊന്ന് അപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുക.
തിളച്ച വെള്ളം, ഇത് തണുത്ത വെള്ളം നമ്മൾ ചേർത്ത് കൂടാ കേട്ടോ. മിക്സി കഴുക തിളച്ച വെള്ളം കൈ തൊടാൻ പറ്റില്ല. ഞാൻ ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ച് മിക്സി ഒന്ന് കഴുകി എടുക്കാം. വെള്ളം, ചൂട് വെള്ളം ശ്രദ്ധിക്കണം. ധൃതി പിടിച്ചൊക്കെ എടുക്കുമ്പോഴേ, ഞാൻ കൊച്ചിനെ സ്കൂളിൽ നിന്ന് വണ്ടി വരാറായിട്ടുണ്ട്. അപ്പം ധൃതി വെച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കെറ്റലിനകത്തൊന്ന് വെള്ളം എടുത്തപ്പോഴേ വെള്ളം ദേഹത്തോട്ടൊന്ന് തെറിച്ച് വീണു. കാണിക്കുന്ന എല്ലാ അബദ്ധമാണ്, കണ്ടില്ലേ? ധൃതി വെച്ച് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാ. അതുകൊണ്ടാ മതി. അതിനി എന്ന് തിളക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറക്കെന്ന് ഞാൻ പറഞ്ഞത് അറബിയാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻ ഇവിടെ കൂന്തൽ ഇവിടെ റെഡിയായി. ഓക്കെ, അപ്പോൾ ഈ കൂന്തൽ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം ഇങ്ങനെ. അപ്പോൾ കൂന്തൽ കറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. സൂപ്പർ. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും പിന്നെ ചോറിനും എല്ലാം നല്ല അടിപൊളിയാണേ. അടിപൊളി ടേസ്റ്റാണ് ഇത്. അപ്പോൾ കറി ഓക്കെ ആയി. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.